ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് വൺസ് ആണ്. ദ എംപറർ, 5 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, ആൻഡ് 8 ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട്, ആൻഡ് 10 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ദ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, 3 ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ്. ദ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റീഡിംഗ് എന്ന്. ഇതിൽ 4 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ 4 ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പോഴും ഒരു ഹീലിംഗ് പീരീഡിലാണ് എന്നാണ് പറയുന്നത്. ദ എംപറർ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുടെ പേഴ്സണ് ഒരു മെച്യൂരിറ്റി പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, മാത്രമല്ല 5 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ 5 ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഹൈഡ് ചെയ്തു, നിങ്ങളെ വേദനിപ്പിച്ചു. ആ ഒരു ഇതിൽ അവർ തിരിഞ്ഞു നോക്കുകയാണ്. ഓക്കെ, എന്തോ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ചിലപ്പോൾ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നോ കോൺടാക്ട് സിറ്റുവേഷനും, അതായത് ഇതുവരെ നിങ്ങൾ മൂവ് ഓൺ ആവാതെ നിൽക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. ഓക്കെ, നിങ്ങൾ സാഹചര്യം അനുസരിച്ചിട്ട് റെസനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവർ ചീറ്റ് ചെയ്ത പോലെ അവർക്ക് തോന്നി. ആ ഒരു മനസ്സിൽ അവരുടെ ഉള്ളിൽ ആ ഒരു ചീറ്റിംഗ് ആണ് നടന്നതെന്ന് അവർക്കറിയാം. ബട്ട് 3 ഓഫ് കപ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു വിഷയം കഴിഞ്ഞു, അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അവർക്ക് ഇത് തോന്നി, ഞാൻ ചെയ്തത് ചീറ്റിംഗ് ആണോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ട്. ഓക്കെ, അതാണ് അവരുടെ ഹീലിംഗ് പീരീഡിലേക്ക് വന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവർ സെലിബ്രേഷനും കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് പിന്നെ അവർക്ക് ഭാരമായിട്ട് തോന്നി, നിങ്ങളോട് ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയല്ലോ എന്നുള്ളൊരു സിറ്റുവേഷൻ. അവർ നിങ്ങളിൽ വിട്ടുപോയതിന് ശേഷം അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും, ജോലിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇത് ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ മിതത്വമാണ്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, നിങ്ങളെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളിൽ ഒരു പ്രതീക്ഷയുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം, നിങ്ങളടുത്തേക്ക് വന്ന ഇമോഷൻസ് ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ സ്റ്റക്കാണ്. അവർ ആ ഒരു ഇമോഷനിൽ സ്റ്റക്കായി നിൽക്കുന്നു. ഓക്കെ, അതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്. നമുക്ക് നിങ്ങളുടെ ഗൈഡൻസ് എന്താ നോക്കാം. കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഫയർ എനർജിയാണ്. ദ ഹെർമിറ്റ്, നൈറ്റ് ഓഫ് പെൻഡിക്കിൾ, 8 ഓഫ് വാൻസ്. അവരെ പറ്റി ചിന്തിച്ച് നിങ്ങൾ ആകെ ടയേർഡാണ്. നിങ്ങളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മറികടക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ഈ കാത്തിരിപ്പിനൊരു വിരാമം ഉണ്ടായിരിക്കും. കാത്തിരിപ്പിൻ്റെ ആ ഒരു ശേഷം നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരുപാട് മുറിവേൽക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും. നിങ്ങൾ ഭയങ്കര ആ ഒരു
വിഷമത്തിലും കാര്യത്തിലും ആയിരിക്കാം. ബട്ട് ആ ഒരു മുറിവ് നിങ്ങളായിട്ട് ഹീൽ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ പഠിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസും പേഴ്സൻ്റെ റീഡിങ്ങും. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ലൈവിൽ വരാത്ത ഓരോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ്. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റുവേഷൻസാണ്. കുട്ടികളെ എക്സാമും പരീക്ഷയൊക്കെ എല്ലാം കൂടിയായിട്ട് ആ ഒരു തിരക്കിലായിപ്പോയി. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. റെസനേറ്റ് ആയവർ റെസനേറ്റ് ആയിട്ട് എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. മാത്രമല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.